ഹായ് ഓൾ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് സിവിൽ സർവീസിൽ നിലനിൽക്കുന്ന ഒരു 5 മിത്തിനെ കുറിച്ചിട്ടാണ്. ഒന്നെന്ന് പറയുന്നത് സിവിൽ സർവീസ് ജീനിയസുകൾക്ക് മാത്രമുള്ളതാണ്. അത് വളരെ തെറ്റായ ധാരണയാണ്. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ആവറേജ് ആയിട്ടുള്ള ആൾക്കാർക്കും സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ടുള്ള ഒരു ഗോളും കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്രാക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മിത്ത് എന്ന് പറയുന്നത് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഭയങ്കര പുലിയായിരിക്കണം. അങ്ങനെ ഒരു നിയമമേ ഇല്ല. നിങ്ങൾക്ക് റീജിയണൽ ലാംഗ്വേജിലാണെങ്കിൽ പോലും പരീക്ഷ എഴുതാൻ പറ്റും. അതായത് നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് മെയിൻസ് പരീക്ഷ എഴുതാം. ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെയും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ആണെങ്കിൽ പോലും മാതൃഭാഷയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേവലം ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ടൂൾ മാത്രമാണ്, അല്ലാതെ ഇംഗ്ലീഷിൽ പുലിയാണ്ട് ആവശ്യമൊന്നുമില്ല. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് സിവിൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യന് താഴെയുള്ള എല്ലാത്തിനെ കുറിച്ച് പഠിക്കണം. അങ്ങനെയില്ല. കൃത്യമായിട്ടുള്ള സിലബസ് സിവിൽ സർവീസിനുണ്ട്. ആ സിലബസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അല്ലാതെ സൂര്യന് താഴെയുള്ള സകലമാന കാര്യങ്ങളും പഠിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ആർക്കും പഠിക്കാനും പറ്റത്തില്ല. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എലീറ്റ് ഗ്രൂപ്പിന് മാത്രമുള്ളതാണ് സിവിൽ സർവീസ്. ഈ തവണത്തെ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നപ്പോഴും ഈ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ടുള്ള റിസൾട്ടുകളിലും എല്ലാം എലീറ്റ് ഗ്രൂപ്പ്സിനൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കാണ് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജോലി രാജിവെക്കണം. അങ്ങനെ ഒരു നിയമമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ പഠനം കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇന്റർവ്യൂവിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ നോക്കും, ഓക്കെ, ഇയാള് ജോലിയുടെ കൂടെ തന്നെ പഠിച്ച ആളാണല്ലോ, അപ്പോൾ ഇവർക്ക് ഈ ടൈം മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനും ഒക്കെ ഉള്ള കഴിവുണ്ടല്ലോ എന്നുള്ളതും കൂടെ അവർ അനലൈസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ജോലി രാജിവെച്ചിട്ട് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ജോലിയോടൊപ്പം കൂടെ തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. പിന്നെ പുവർ ഫാമിലി എന്നുള്ള ആൾക്കാർക്ക് കിട്ടത്തില്ല. അങ്ങനെ ഒരു ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയുടെ ആവശ്യമില്ല. കാരണം ഇപ്പൊ പല കോച്ചിങ് സെന്റേഴ്സിലും ഒക്കെ സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുവർ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരുണ്ട് സിവിൽ സർവീസ് അങ്ങനെ ക്രാക്ക് ചെയ്ത്. അപ്പം ഇത്തരം മിത്തുകളൊക്കെ മാറ്റിവെച്ച് അടുത്ത ഒരു സിവിൽ സർവീസിന്റെ പ്രിപ്പറേഷൻ വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോച്ചിങ്ങിന് ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള ലിങ്കും കാര്യങ്ങളും നമ്പറും എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്.